Hey friends, don't underestimate the power of cockroaches. ഒടുവിൽ വിജയം കൈവരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഡൽഹിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന CJP സമരം. യുവാക്കളുടെ വൻ പ്രതിഷേധത്തിന് പിന്നിലെ നിജസ്ഥിതി എന്താണ്? ഡൽഹിയുടെ തെരുവുകളിൽ ഇന്ന് ഇരമ്പിയാർക്കുന്നത് വൻ യുവജന പ്രതിഷേധമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും തെരുവിൽ അണിനിരന്നിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പേരിട്ടിരിക്കുന്ന ഈ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പരിഹാസപരമായ പേരിൽ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന മുന്നേറ്റമായി മാറാൻ CJPക്ക് എങ്ങനെ സാധിച്ചു? ഡൽഹിയിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കാം. എന്താണ് CJP? എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും കൗതുകം തോന്നാം. മുൻപ് ആം ആദ്മി പാർട്ടി പ്രവർത്തകനായിരുന്ന അഭിജിത് ദീപ്കെ എന്ന യുവാവാണ് 2026 മെയ് മാസത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് തുടക്കമിടുന്നത്. ഇതിന്റെ പശ്ചാത്തലം വളരെ ശ്രദ്ധേയമാണ്. ജോലിയില്ലാത്ത യുവാക്കളെയും ചില ആക്ടിവിസ്റ്റുകളെയും പരാമർശിച്ച സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായ ചില പരാമർശങ്ങൾക്കെതിരെയുള്ള ട്രോൾ അല്ലെങ്കിൽ പരിഹാസ രൂപത്തിലാണ് CJP ജനിക്കുന്നത്. സമൂഹത്തിലെ പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചതിനെ തങ്ങളുടെ രാഷ്ട്രീയ അടയാളമാക്കി മാറ്റുകയാണ് ഈ യുവാക്കൾ ചെയ്തത്. സോണിയാഗാന്ധിയോ അമിത്ഷായോ അല്ല, സാധാരണ ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങളുടെ ശബ്ദമെന്ന് പ്രഖ്യാപിച്ച സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഈ മുന്നേറ്റം മാസങ്ങൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പടർന്നു പന്തലിച്ചു. സമരത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ: കേവലം സോഷ്യൽ മീഡിയ ട്രോളുകളിൽ ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ഈ പ്രസ്ഥാനം പെട്ടെന്ന് ഡൽഹിയിലെ തെരുവുകളിലേക്ക് പടരാൻ പ്രധാന കാരണം രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിലുണ്ടായ തകർച്ചയാണ്. നീറ്റ് ചോർച്ചയും ക്രമക്കേടുകളും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി മുന്നിൽ കണ്ടെഴുതുന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതും ക്രമക്കേടുകൾ കാരണം പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നതുമാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ. പരീക്ഷാ ക്രമക്കേടുകൾ കാരണം 20-ലധികം ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവം രാജ്യത്തുടനീളം വൻ പ്രതിഷേധത്തിനിടയാക്കി. തൊഴിലില്ലായ്മ. വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിയും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന യുവജന തൊഴിലില്ലായ്മയും സമരം ഇത്രത്തോളം ശക്തമാകാൻ കാരണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതാണ് CJP ഉന്നയിച്ച പ്രധാന ആവശ്യം. ഡൽഹിയിലെ നാടകീയ സംഭവങ്ങളും പോലീസിന്റെ നടപടിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിലും പാർലമെന്റ് പരിസരത്തും അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങളാണ്. സൻസദ് ചലോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 10,000-കണക്കിന് യുവാക്കളാണ് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയത്. പ്രതിഷേധം തടയാൻ ഡൽഹി പോലീസ് സുരക്ഷ ശക്തമാക്കുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ ഭാഗികമായി വിച്ഛേദിക്കുകയും ചെയ്തു. എന്നാൽ ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ലാത്തിച്ചാർജും പ്രയോഗിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്കും പോലീസുകാർക്കും പരിക്കേറ്റു. ഇതിനിടയിൽ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ സോനം വാങ്ചുക് വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി 21 ദിവസത്തോളം നിരാഹാര സമരം നടത്തി. അദ്ദേഹത്തെ പോലീസ് നിർബന്ധപൂർവം ആശുപത്രിയിലേക്ക് മാറ്റിയ സംഭവം പ്രക്ഷോഭത്തിന്റെ വ്യാപ്തി ഇരട്ടിയാക്കി. നിലവിലെ സാഹചര്യം എന്താണ്? നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? പോലീസ് ജന്തർ മന്ദറിലെ സമരപ്പന്തലുകൾ പൊളിച്ചു മാറ്റുകയും വേദി തകർക്കുകയും ചെയ്തെങ്കിലും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. CJP നേതാക്കളായ അഭിജിത് ദീപ്കെയും സൗരവ് ദാസും മറ്റ് പ്രവർത്തകരും ഡൽഹിയിലെ കേരള ഹൗസിന് മുന്നിൽ ഇരുന്ന് സമരം തുടരുകയാണ്. സർക്കാരുമായുള്ള ചർച്ചകൾ. സാഹചര്യം വഷളായതോടെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളും BJP അധ്യക്ഷനുമായ JP നദ്ദ CJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി.
ഈ ചർച്ചയിൽ CJP പ്രധാനമായും 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, സമരം ചെയ്യുന്ന സോനം വാങ്ചുകിനെ ഉടനടി ആശുപത്രിയിൽ നിന്ന് മോചിപ്പിക്കുക, നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ കാരണം ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. എന്നാൽ സർക്കാർ ഉറപ്പുകളൊന്നും നൽകിയിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെയും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെയും സമരം അവസാനിപ്പിക്കില്ലെന്നുമാണ് CJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ കടുത്ത ചൂടും പോലീസിന്റെ കർശന സുരക്ഷയും അവഗണിച്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള യുവാക്കൾ ഇന്ന് ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ കക്ഷികളും സാമൂഹിക പ്രവർത്തകരും ഈ പോരാട്ടത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ട്രോളിൽ നിന്ന് തുടങ്ങി രാജ്യ തലസ്ഥാനത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ശക്തിയായി മാറിയ ഈ കോക്രോച്ച് മൂവ്മെന്റ് ഭരിക്കുന്നവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശബ്ദം ഇനി അവഗണിക്കാനാകില്ലെന്ന ഈ സമരം തെളിയിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാറ്റകൾക്ക് മുന്നിൽ കേന്ദ്രം മുട്ടുകുത്തിയതിന്റെ സൂചനയാണോ ഈ രാജി? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.